ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 58-ലെ 8ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ചോദ്യവും ഇത് തന്നെയാണ്. ഈ ചോദ്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ലെസൺ അവസാനിക്കുന്നതാണ്, തീരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസണുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ പിക്ചർ ബിലോ പോയിന്റ്സ് പി ക്യു ആർ ആർ മാർക്ഡ് ഓൺ ദ സൈഡ്സ് ബി സി സി എ ബി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് സർക്കംസർക്കിൾസ് ഓഫ് ട്രയാങ്കിൾ എ ക്യു ആർ ആൻഡ് ബി ആർ പി ആർ ഡ്രോൺ. ദേ ഇൻ്റർസെക്ട് അറ്റ് ദ പോയിന്റ് എസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. അപ്പം നമുക്ക് രണ്ട് പടം കാണുന്നുണ്ട്, ഇവിടെ ഒന്ന്, ഇപ്പുറത്ത് രണ്ട്. ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ദ സർക്കംസർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ്. ഏതാണ് സി പി ക്യു? ഇതാണ് ഉദ്ദേശിക്കുന്നത്. സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. പിന്നെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പിക്ചർ ജോയിൻ പി എസ് ക്യു എസ് ആൻഡ് ആർ എസ്. ദെൻ ഫൈൻഡ് ദ റിലേഷൻസ് ഓഫ് ദ ആംഗിൾസ് ഫോംഡ് അറ്റ് ദ പോയിന്റ് എസ് വിത്ത് ആംഗിൾ എ ബി ആൻഡ് സി. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ നോക്കാം. ഓക്കെ, ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഇൻ ദ ഫസ്റ്റ് പിക്ചർ പോയിന്റ്സ് പി ക്യു ആർ ആർ മാർക്ഡ് ഓൺ ദ സൈഡ്സ് ബി സി സി എ ആൻഡ് എ ബി ഓഫ് ട്രയാങ്കിൾ എ ബി സി. അതായത് നമുക്കൊരു ട്രയാങ്കിൾ എ ബി സി കാണുന്നുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഓരോ വശത്തും ഓരോ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബി സിയിൽ പി ഉണ്ട്, എ സിയിൽ ക്യു ഉണ്ട്, എ ബിയിൽ ആർ ഉണ്ട്. കൂടാതെ സർക്കിൾസ് ഓഫ് ട്രയാങ്കിൾ എ ക്യു ആർ. അപ്പൊ നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. ക്യൂവും ആർ, ഇത് ട്രയാങ്കിൾ എ ക്യു ആർ. എ ക്യു ആറിന് സർക്കിൾ എന്താണ്? പരിവൃത്തം, പുറത്തുള്ള വൃത്തം. ആൻഡ് ട്രയാങ്കിൾ ബി ആർ പി, ആറും പിയും ജോയിൻ ചെയ്യാം. ബി ആർ പി ആർ ഡ്രോൺ. ഇതിനും സർക്കിൾ ഉണ്ടല്ലേ, പരിവൃത്തുന്നുണ്ട്. ഇതിന്റെ പരിവൃത്തം, ഇതിന്റെ പരിവൃത്തം, ഈ രണ്ട് പരിവൃത്തങ്ങളും എസിൽ ഗണ്ണിക്കുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു. ദേ ഇന്റർസെക്ട് അറ്റ് ദ പോയിന്റ് എസ് ഇൻസൈഡ് ദ സർക്കിൾ. അതായത് ഇൻസൈഡ് ദ ട്രയാങ്കിൾ, ട്രയാങ്കിളിനകത്ത് എസ് എന്ന ബിന്ദുവിൽ ഗണ്ണിക്കുന്നു. പ്രൂവ് ദാറ്റ് ദ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു. അപ്പം ആദ്യത്തെ ഈ സർക്കിൾ തന്നിട്ടില്ല. ആദ്യ ചിത്രത്തിൽ ഇത് രണ്ടേ ഉള്ളൂ. ഈ സർക്കിൾ തന്നിട്ടില്ല. സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു. അപ്പൊ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യണം. സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ് ആസ് ഇൻ ദ സെന്റർ. അപ്പം സി പി ക്യു എന്ന ട്രയാങ്കിളിന്റെ സർക്കിൾ പരിവൃത്തം എസ് എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. അതായത് എസ് എന്ന ബിന്ദുവില് കണ്ണിക്കുന്നു. അപ്പം എന്താണ്? എ ആർ ക്യു എന്ന ത്രികോണത്തിന്റെ സർക്കിളും ബി ആർ പി എന്ന ത്രികോണത്തിന്റെ സർക്കിളും സി പി ക്യു എന്ന ത്രികോണത്തിന്റെ സർക്കിളും എല്ലാം എവിടെ മീറ്റ് ചെയ്യുന്നു? മീറ്റ് അറ്റ് ദ പോയിന്റ് എസ് ഇൻസൈഡ് ദ സർക്കിൾ. ത്രികോണത്തിനകത്ത് എസ് എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന മൂന്ന് പരിവൃത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ഈ സി പി ക്യുവിന്റെ പരിവൃത്തവും എന്താണ്? എസ് എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നെന്ന് കാണിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ, ഇവിടെ ജോയിൻ ചെയ്യാം, ഇവിടെ ജോയിൻ ചെയ്യാം, ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പം എസ് ആറും പി എസും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കേ, പി സി ക്യു എസ് എന്ന് പറഞ്ഞ ഒരു ചതുർഭുജം കിട്ടും. ത്രികോണത്തിന് നമ്മള് ചതുർഭുജമാക്കി അല്ലേ? അതായത് എസ് ക്യുവും പി എസും കൂടെ ജോയിൻ ചെയ്ത് നമ്മള് ഇതൊരു ചതുർഭുജമാക്കി. ഇതിപ്പം ചക്രീയ ചതുർഭുജമായി മാറി. ഈ ചതുർഭുജത്തിന്റെ എതിർശീർഷ കോണുകളുടെ തുക 180 ആണെന്ന് തെളിയിച്ചാൽ മതിയാവും. നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? ഒന്നുകില് ഏതെങ്കിലും ഒരു ജോഡി, അതായത് ഈ ജോഡി എടുക്കുന്നതായിരിക്കും എളുപ്പം. എസ് അടങ്ങിയ ഈ കോണും കൂടി കൂട്ടുമ്പോൾ 180 ആണെന്ന്
തെളിയിച്ചാൽ മതി. നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ ലെറ്റ് ആംഗിൾ എ ഈക്വൽസ് എക്സ്, എക്ക് എക്സ് എന്ന് പേര് കൊടുക്കുന്നു. ബി ഈക്വൽസ് വൈ, ആംഗിൾ ബി ഈക്വൽസ് വൈ. സിക്ക് ഞാൻ ഇസഡ് എന്ന് പേര് കൊടുക്കുന്നു. ആംഗിൾ സി ഈക്വൽ സെഡ്. അപ്പം ത്രികോണത്തിന്റെ 3 കോണുകൾ. അപ്പം നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി എന്താ കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് സി ഈക്വൽസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇത് 3ഉം കൂടെ എത്ര കിട്ടും? 180 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇതൊന്നും അല്ല, നമുക്ക് ആവശ്യം എന്താണ്? ഈ 2 കോണുകളും തുക 180 ആണെന്ന് തെളിയിക്കുക. അതിന് ഞാനിവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏതെല്ലാം കൺസ്ട്രക്ഷൻ നടത്തിയെന്നറിയാമല്ലോ. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. ഇങ്ങോട്ട് പോവുക. അപ്പൊ എന്തായിട്ട് മാറി? ഇതാ ഈ കോൺ എല്ലാം കൂടെ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് കാണിച്ചു തരാം. എ ക്യു ആർ എസ് കാണുന്നുണ്ടോ? ഇല്ല, പുറത്തോട്ട് വരയ്ക്കാം. എ ആർ, ഇവിടെ എസ് ഉണ്ട്. എന്താണ്? ഇവിടെ ക്യൂ ഉണ്ട്. ഇത് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇതെന്തായിട്ട് വരും? ഔട്ടർ ആംഗിൾ ആയിട്ട് വരും അല്ലേ? എന്തായിട്ട് വരും? ഔട്ടർ ആംഗിൾ. അപ്പൊ ഔട്ടർ ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് ഇന്നർ ഓപ്പോസിറ്റ് ആംഗിൾ, ആംഗിൾ എക്ക് ഈക്വൽ ആണ് അല്ലേ? നമ്മളിവിടെ ചെയ്ത കൺസ്ട്രക്ഷൻ ഒക്കെ പറയാം. ജോയിൻ എസ് ക്യു, ഇവിടെ എസ് ആണ്, എസ് പി ആൻഡ് എസ് സി. എസ് സി ഇൻ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ നമുക്ക് എന്താ കിട്ടും? ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. ക്യു എസ് പി സി ഇൻ ക്വാഡ്രിലാറ്ററൽ ക്യു എസ് പി സി. ക്യു എസ് പി സി ഈ കോണാണ്. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ആംഗിൾ ക്യു എസ് സി ഈക്വൽസ് എക്സ്. എന്താണ്? ഔട്ടർ ആംഗിൾ ഓഫ് ട്രയാംഗിൾ, അല്ലല്ലേ, ട്രയാംഗിൾ അല്ല, സോറി, ക്വാഡ്രിലാറ്ററൽ എ ക്യു എസ് ആർ അല്ലെങ്കിൽ എ ആർ എസ് ക്യു ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈ ചിഹ്നം കാണിക്കുന്നത് എ ആർ എസ് ക്യു. അപ്പൊ ഔട്ടർ ആംഗിൾ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ആർ എസ് ക്യു. അപ്പൊ അതും എന്തായിട്ട് മാറി? എക്സ് ആയിട്ട് മാറി. ഇവിടെ എക്സ് ആയപ്പോ ഇവിടെ എക്സ് കിട്ടി. നോക്കണേ, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ കിട്ടിയ വാല്യൂ ഇവിടെ അങ്ങ് എഴുതാം. എക്സ് എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ ക്വാഡ്രിലാറ്ററൽ എടുക്കാം. ഈ ക്വാഡ്രിലാറ്ററൽ എടുക്കാം. അപ്പം in quadrilateral ഏതാണ്? PBRS. PBRS എന്ന അതാണ്ട് അത് ഞാനിവിടെ പ്രത്യേകമായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ R, ഇവിടെ B, ഇവിടെ P, ഇവിടെ S. PBRS. ഇവിടെ നമ്മൾ എന്തെടുത്ത്? Y എന്ന് എടുത്തല്ലേ? അപ്പം ഇതിന്റെ ഔട്ടർ ആംഗിൾ ഏതായിരിക്കും? ഇവിടെ വരത്തില്ലേ? ഇവിടെയും Y ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ ആയിരിക്കും ഇവിടെ ഔട്ടർ ആംഗിൾ. ഈ Y വരണമെങ്കിൽ ഇവിടെ ആയിരിക്കും ഔട്ടർ ആംഗിൾ ആയിട്ട് വരേണ്ടത്. അപ്പം ഈ ആംഗിള് നമുക്ക് എന്തായിട്ട് വരും? Y ആയിട്ട് വരും. ഇൻ ക്വാഡ്രിലാറ്ററൽ PBRS ഇതാണ് Y ആയിട്ട് വരുന്നത്. ഇതാണ് PSC
സി. ഇൻ ക്വാഡ്രിലാറ്ററൽ ആംഗിൾ പി എസ് സി, ഈ ഭാഗം പി എസ് സി ഈക്വൽസ് വൈ. റീസൺ എന്താണ്? ഔട്ടർ ആംഗിൾ. അപ്പം ഇവിടെ വൈ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ ആംഗിള് therefore ആംഗിൾ ക്യു എസ് പി, ക്യു എസ് പി ഈക്വൽസ് ഇവിടെ എക്സ് ഇവിടെ വൈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ഇനി ഈ ആംഗിളോട് അടുത്ത ഓപ്പോസിറ്റ് ആംഗിൾ, ആംഗിൾ ക്യു സി പി ഈക്വൽ ഇസഡ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന ആംഗിൾ ക്യു എസ് പി പ്ലസ് ആംഗിൾ ക്യു സി പി ഈക്വൽസ് എന്താ കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. ഈക്വൽസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇത് എത്രയായിരിക്കും? സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180. നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു അല്ലേ? 180 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആംഗിൾ ക്യു എസ് പി പ്ലസ് ആംഗിൾ ക്യു സി പി ഈക്വൽസ് 180 ഡിഗ്രി. അതായത് വൺ പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? അതേ സം സപ്ലിമെന്ററി സം ഈസ് 180 ഡിഗ്രി എന്ന് കിട്ടിയോണ്ട് നമുക്ക് എന്താ പറയാം? സി പി ക്യു ഓൾസോ പാസസ് ത്രൂ യെസ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇതോടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പുതിയൊരു ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.